നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. എപ്പോഴും വിവാദങ്ങൾ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിനു ശേഷം കെ ഫാമിലിയിലെ ഓരോ അംഗങ്ങളും നിരന്തരം വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത് സ്ഥിരമാണ്. അമ്മൂമ്മ അഹാന കൃഷ്ണ പ്രശ്നം ഒന്ന് ഒടുങ്ങി നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ പുതിയൊരു ചർച്ചയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന് കാരണമായിരിക്കുന്നത് ദിയയുടെ മകൻ ഓമിയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വ്ലോഗാണ്. ദിയയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന വ്ലോഗിൽ ഇതിനോടകം തന്നെ റെഡിറ്റിൽ പല ചർച്ചകൾക്കും വിനയായി കഴിഞ്ഞിട്ടുണ്ട്. കെ ഫാമിലിയിലെ അംഗങ്ങളെ ഏറെ നാളുകളായി ഇവരുടെ ഫാമിലിയിൽ വീട്ടുജോലിക്ക് സഹായത്തിനുമായി നിൽക്കുന്ന ബന്ധു കൂടിയായ അപ്പച്ചിയുമാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. അശ്വിന്റെ കുടുംബാംഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ആ പരിപാടിയിൽ. അശ്വിൻ നോക്കുകുത്തിയെന്ന അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അശ്വിന്റെ വീട്ടുകാരുടെ അഭാവവും ചർച്ചയാകുന്നുണ്ട്. പേരക്കുട്ടിയുടെ 1ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവർക്കും ആഗ്രഹം ഉണ്ടാകില്ലേ എന്നും പണക്കാരല്ലാത്തത് കൊണ്ടാണോ അവരെ വിളിക്കാതിരുന്നതെന്നും ഉള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയും സ്വന്തം വീട്ടുകാരെയും ഇങ്ങനെ അവഗണിക്കുന്നതിൽ അശ്വിന് പ്രശ്നമൊന്നും ഇല്ലേ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അശ്വിനെയും സഹോദരനെയും ഇവരെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യം അശ്വിൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭക്ഷണോൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് അശ്വിന്റെ അമ്മയുടെ ജോലി. ചെറിയ വരുമാനം സ്വരുക്കൂട്ടി അച്ഛനും അമ്മയും അശ്വിനെ പഠിപ്പിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാക്കി. ഇന്നിപ്പോൾ ഇതേ മകന്റെ കുഞ്ഞിനെ അന്യരെ പോലെ നോക്കിക്കാണേണ്ട അവസ്ഥയായല്ലോ അവർക്ക് പലപ്പോഴും എന്ന് ഇപ്പോൾ പലരും കുറിക്കുന്നുണ്ട്. അശ്വിന് ദിയെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ലക്ഷറി ജീവിതമാണ് നൽകുന്നത്. ഇതിൽ ഭ്രമിച്ച അശ്വിൻ തന്റെ മാതാപിതാക്കളെ നേരിടുന്ന ഈ അപമാനത്തെക്കുറിച്ചും അവഗണനയെക്കുറിച്ചും കണ്ടില്ലെന്ന് നടിക്കുകയാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വ്ലോഗിലെ കേക്ക് മുറിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒപ്പം അപ്പച്ചിയും വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പച്ചി പോയി ഇരുന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് അഹാന അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ രംഗമാണ് ഇപ്പോൾ പ്രധാന ചർച്ചയായി മാറിയിരിക്കുന്നത്. സഹോദരി വീണ്ടും വിവാദത്തിൽ പെട്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാകണം ദിയ പിന്നീട് വ്ലോഗിൽ നിന്നും ഈ ഭാഗം മാത്രമായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട്. ഇതാണിപ്പോൾ റെഡിറ്റ് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അഹാന വീണ്ടും എക്സ്പോസ് ആയെന്നും ഇഷാനിയും അപ്പച്ചി കുടുംബ ഫോട്ടോയിൽ ഭാഗമാകുന്നതിലും എല്ലാ ഫ്രെയിമിലും നിൽക്കുന്നതിലും ഈശ മുഖഭാവത്തോടെ പ്രകടിപ്പിച്ചെന്നും ചിലർ റെഡിറ്റിൽ കുറിക്കുന്നുണ്ട്. അമ്മൂമ്മയുമായുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അഹാന ഒരു വിശദീകരണ വീഡിയോ ഇട്ടിരുന്നു. അതിൽ തനിക്ക് ഇനി ഒരു അമ്മൂമ്മയെ മാത്രമേ ഉള്ളൂ, അത് അപ്പച്ചിയാണെന്നാണ് അഹാന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞയാളാണ് ഇപ്പോൾ അതേ അപ്പച്ചിയെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഫ്രെയിമിൽ നിന്നും ഒഴിവാക്കുന്നത് എന്ന് ചിലർ കുറിക്കുന്നുണ്ട്. അപ്പച്ചിയുടെ സാരി കെ കുടുംബത്തിന്റെ എസ്തെറ്റിക് മാച്ച് ആകാത്തതിനാലാകും ഒഴിവാക്കിയതെന്ന് പരിഹസിച്ച് ചിലരും കുറിക്കുന്നുണ്ട്. അപ്പച്ചി കൂടെ ഉള്ളപ്പോഴെല്ലാം അഹാനയും ഇഷാനിയും അസ്വസ്ഥരാകുന്നത് പോലെ വീഡിയോയിൽ കണ്ടപ്പോൾ തോന്നിയെന്നും അവർ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന എസ്തെറ്റിക് അപ്പച്ചി വന്നാൽ നശിക്കുമോ എന്ന ഭയമായിരിക്കും അവരിൽ കണ്ടതെന്നും ചിലർ പരാമർശിക്കുന്നുണ്ട്. അപമാനിക്കാനാണെങ്കിൽ അപ്പച്ചി ഒപ്പം കൂട്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ, ഒരുപാട് പണമുള്ളവരല്ലേ, എന്നിട്ടും അപ്പച്ചിക്ക് വേണ്ടി ഒരു പേസ്റ്റൽ നിറമുള്ള സാരിയോ കുർത്തയോ വാങ്ങാൻ കഴിഞ്ഞില്ലേ, അവരെ ഒരു വീട്ടുജോലിക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്തു. ഇഷാനിയുടെ മുഖത്ത് അവരോടുള്ള വിറപ്പ് പ്രകടമായിരുന്നു എന്നും ചിലർ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയിൽ കുഞ്ഞിന്റെ അച്ഛനായ അശ്വിനും വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു എന്നും ചിലർ കുറിക്കുന്നുണ്ട്. കാരണം കൃഷ്ണകുമാർ തന്നെയായിരുന്നു പരിപാടിയിൽ ഉടനീളം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇരുന്നത്. ദേക്ക് പിറകിൽ അശ്വിൻ ഒതുങ്ങി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. അശ്വിന് ഇത്തവണയും റോളുകളും ഡയലോഗുകളും ഇല്ലെന്നായിരുന്നു പരിഹസിച്ച് ചിലർ കുറിച്ചത്. അശ്വിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നി. കുഞ്ഞിന്റെ അച്ഛന്റെ റോള് കൃഷ്ണകുമാർ ചെയ്തതുപോലെ തോന്നി. മകന്റെ ബർത്ത്ഡേ ബ്ലോഗിൽ അച്ഛനായ അശ്വിന് അതിഥി വേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അശ്വിൻ ഇപ്പോൾ പഴയതുപോലെയല്ല. അവൻ വീഡിയോയിൽ വ്യത്യസ്തനായി കാണപ്പെടുന്നുണ്ട്. പുഞ്ചിരി പോലും ആർട്ടിഫിഷ്യലായി തോന്നുന്നുണ്ട്. പലപ്പോഴും ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ശരീരഭാഷ ശ്രദ്ധിച്ചാൽ എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നു എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ പലതും. മകന്റെ ബർത്ത്ഡേ മലേഷ്യയിലാണ് ദിയ സെലിബ്രേറ്റ് ചെയ്തത്. ശേഷം നാട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് കെ ഫാമിലിയുടെ സർപ്രൈസ് ഓമിക്ക് ലഭിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ തന്റെ ഫോളോവേഴ്സിന് ഒരാൾക്ക് അയച്ചു കൊടുത്ത വീഡിയോ വൈറലായി മാറിയിരുന്നു. സിന്ധുവിന്റെ അമ്മ വസന്ത ഭർത്താവിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളായിരുന്നു വൈറലായി മാറിയത്. കുടുംബ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ച് എത്തിയ ആർക്കൊക്കെയാണ് സിന്ധു CCTV ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് അമ്മൂമ്മയുമായുള്ള തനിക്കുള്ള പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം ഭാഗം ന്യായീകരിച്ചത്. സിന്ധു കൃഷ്ണയുടെ അമ്മയ്ക്കെതിരെയുള്ള അഹാന കൃഷ്ണ ഉന്നയിച്ച ആരോപണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നതാണ്.
കുടുംബങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ കൂടുതൽ വിമർശനവും വന്നിരുന്നത് സിന്ധു കൃഷ്ണയ്ക്കും അഹാന കൃഷ്ണയ്ക്കുമായിരുന്നു. അമ്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന അഹാന പക്ഷേ അമ്മൂമ്മയെയും കസിൻ തന്മയെയും കുറിച്ച് പല തുറന്നു പറച്ചിലുകളും നടത്തുകയുണ്ടായി. ഇവരുടെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ പോലും പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത്. ഇപ്പോഴിതാ അമ്മൂമ്മയെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ അഹാനയുടെ ഇമേജ് പൂർണ്ണമായും തകർത്തിരിക്കെ സിന്ധു കൃഷ്ണ പുറത്തുവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. അമ്മ അച്ഛനെ അടിക്കുന്ന CCTV ദൃശ്യങ്ങൾ സിന്ധു പലർക്കും മെസ്സേജിലൂടെ അയക്കുകയായിരുന്നു. സർജറിക്ക് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് അച്ഛനെ അടിച്ചു, അതെപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം സംരക്ഷിക്കുവാൻ എനിക്ക് അമ്മയോട് ദിവസവും വഴക്കിടേണ്ടി വന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെയായി സിന്ധു കൃഷ്ണ അയച്ച മെസ്സേജ്. ഇതേക്കുറിച്ച് യൂട്യൂബർ സായി കൃഷ്ണ സംസാരിച്ചതോടെയാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു പരിചയവുമില്ലാത്തവർക്കാണ് ഈ വീഡിയോ അയച്ചിരിക്കുന്നത്. എത്രയോ വെറുപ്പ് സിന്ധു കൃഷ്ണയ്ക്കും അഹാന കൃഷ്ണയ്ക്കും വന്നിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അവരോട് എന്താണ് വിഷയം എന്ന് ചോദിക്കുന്ന പലർക്കും ഈ CCTV ഫുട്ടേജുകൾ സിന്ധു കൃഷ്ണ അയക്കുന്നുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പരിചയവുമില്ലാത്തവർക്ക് ഇങ്ങനെ അയച്ചാൽ ഇത് പുറത്തു വരുമെന്ന് സിന്ധു കൃഷ്ണയ്ക്ക് ഉറപ്പല്ലേ? നിങ്ങൾ വീഡിയോകളിലൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പുറത്തു പറയാൻ താല്പര്യമില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനൊന്നും പറയുന്നില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് ഒരു അമ്മമ്മ മുത്തശ്ശനെയും കൊച്ചുമകളെയും കുറിച്ച് പറഞ്ഞാൽ ആരായാലും പ്രതികരിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. വിമർശനങ്ങൾക്കിടെ സിന്ധു കൃഷ്ണ പങ്കുവച്ച വ്ലോഗിൽ തന്റെയും അഹാനയുടെയും ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നുമുണ്ട്. അഹാന ചെയ്തതിൽ തെറ്റില്ലെന്നും അമ്മൂമ്മയുടെ ഭാഗത്തു നിന്നും വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുകയുണ്ടായി. ഇതിൽ സിന്ധുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല കമന്റുകളും വന്നിരുന്നു. ഇതിൽ ഒരു കമന്റിൽ ചില ആരോപണങ്ങൾ വിമർശിക്കുക പറയുന്നുണ്ട്. സിന്ധുവിന്റെ അമ്മയാണ് പ്രശ്നക്കാരി എന്നാണ് ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ അമ്മയുടെ വീട് കടക്കാവൂരിലാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ വീടിന് അടുത്താണ് താമസം. സിന്ധു ആന്റിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രായമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ബാമ. നിങ്ങളുടെ മാതാപിതാക്കൾ ചെന്നൈയിലേക്ക് പോയ ശേഷം അവർ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ബാമ അമ്മ പറഞ്ഞ ഞങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം. സത്യമാണോ എന്നറിയില്ല. നിങ്ങളുടെ അമ്മ ഒരു ടോക്സിക് സ്ത്രീയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്വത്ത് ഭാഗം വെക്കലിൽ പോലീസ് കേസ് വരെ എത്തിയെന്നും അറിയാം. കാരണം നിങ്ങളുടെ അമ്മ എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ സഹോദരിക്ക് കൊടുക്കുവാൻ നോക്കിയിരുന്നു. നിങ്ങൾ കൃഷ്ണകുമാറിനെ കല്യാണം കഴിച്ചതായിരുന്നു അതിന് കാരണം. അവർക്ക് കൃഷ്ണകുമാറിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് അടുത്തുള്ളവർ ചോദിച്ചപ്പോൾ കൃഷ്ണകുമാറിനെ കുറിച്ച് അപവാദം പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിലാണ് കേസെല്ലാം ആയത്. സത്യമാണോ എന്ന് അറിയില്ല. പക്ഷേ കുട്ടിക്കാലത്തെ അവിടങ്ങളിൽ നിന്നും ഇത്തരം കഥകളൊക്കെ കേട്ടിരുന്നു. അപ്പോഴും കൃഷ്ണകുമാറിനെ കുറിച്ചും സിന്ധു കൃഷ്ണയെ കുറിച്ചും നല്ല കാര്യങ്ങളാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്നാണ് ഈ കമന്റിൽ പറഞ്ഞിരുന്നത്. അമ്മൂമ്മ പ്രശ്നക്കാരിയാണെന്ന് അഹാന എടുത്തു പറയുന്ന കാര്യമായിരുന്നു. അമ്മൂമ്മ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ വളരെ നല്ല അമ്മയാണ്. അമ്മയ്ക്ക് ആ സ്നേഹം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കൊച്ചിലെ തൊട്ട് അമ്മൂമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പോട്ടെ, അമ്മൂമ്മയല്ലേ എന്ന് വിചാരിക്കും. കുട്ടിക്കാലത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളല്ലാതെ മുതിർന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും തന്നെ ഗ്രാൻഡ് പേരൻസ് നൽകിയിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല അത് എന്നും അഹാന പറയുകയുണ്ടായി. അപ്പൂപ്പൻ നല്ലയാളായിരുന്നു. അമ്മൂമ്മ എപ്പോഴും പ്രശ്നക്കാരിയായിരുന്നു. അടി നടക്കും, പിന്നെ വീണ്ടും ശരിയാകും. അപ്പൂപ്പന് വയ്യാതായപ്പോൾ അമ്മൂമ്മയുടെ സ്വഭാവം വല്ലാതെ മോശമായിരുന്നു. അപ്പൂപ്പന്റെ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞാണ് ഞങ്ങളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നുണ്ടായിരുന്നത്. അമ്മൂമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യന്റെയും വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അന്ന് ഞങ്ങളെല്ലാം അമ്മൂമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അമ്മയുടെ സഹോദരിയും ഈ ബന്ധം അവസാനിപ്പിക്കാനുള്ള കാരണം ഇതായിരുന്നുവെന്നും അഹാന കൃഷ്ണ അടുത്തിടെ പറഞ്ഞിരുന്നു.